ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ സ്പെഷ്യലാണ്. എന്താണ്? പോർക്ക് ഫ്രൈ അല്ലേ? പോർക്ക് വരട്ടിയതാ. അപ്പോൾ പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അച്ഛൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ മുന്നേ? പോർക്കുണ്ടാക്കി കഴിച്ചിരിക്കും. ഇപ്പം നാട്ടിൽ ഇങ്ങനെ കിട്ടാൻ വഴിയില്ല, കിട്ടലുണ്ട്. പിന്നെ ചങ്ങായി ഉണ്ടായിരുന്നു പോയതിനു ശേഷം പയ്യന്നൂരുള്ള അവിടുന്ന് കിട്ടലുണ്ടായിരുന്നു. പയ്യന്നൂര് നമ്മള് കോട്ടയക്കാരനാണ്. എൻ്റെ അച്ഛൻ്റെ വീട് പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ എത്തണ്ട, നമ്മളെ മുന്നിലൂടെ പന്നി പോകും, പക്ഷെ നമുക്ക് പോർക്ക് കിട്ടേയില്ല. അപ്പൊ നമ്മളിതാ പോർക്ക് ഫ്രൈ പോയിട്ട് കിട്ടാം. അതിനിപ്പം പുത്തൂരുണ്ട് പന്നി ഫാം. അപ്പൊ നമ്മളെ ഉണ്ടാക്കിയിട്ട് വേണം വരാട്ടാ. അപ്പോൾ ഇതാ 1.5 കിലോ പോർക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. ഇനി ഇത് മഞ്ഞൾപ്പൊടിയും പൊട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക അല്ലേ? വേവിക്കാനല്ലേ? അടുത്തത് ഉപ്പ്. പോർക്കായതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പടിയുണ്ട്. ഉപ്പാ? കൈകൊണ്ട് അങ്ങ് നല്ലോണം മിക്സ് ആക്കും. ബാക്കി പണി വയ്യാം. അപ്പൊ നമ്മള് ഇത് വേവിക്കാൻ വേണ്ടിട്ട് വെക്കുക. മൂടിയിട്ടിട്ട് എത്ര വിസിൽ വേണം? ഒരു 3-4 വിസിലടിക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. തേങ്ങ കൊത്ത് ഒരു തേങ്ങ ഉണ്ടല്ലേ? പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? പിന്നെ ഉള്ളി 2 എണ്ണം, പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക്, തക്കാളി 2, പിന്നെ ഒരു പുളിനാരങ്ങ, കറിവേപ്പില, പിന്നെ മീറ്റ് മസാല ബാക്കിയെല്ലാം അതിടുമ്പോൾ പറയാല്ലേ. അപ്പോൾ ഉണ്ടാക്കുന്നതിലിടയ്ക്ക് ഐസ്ക്രീം കഴിക്കലാട്ടോ. ഇത് ഇന്നലെ അച്ചുവാട്ടം കൊണ്ട് തന്നെയാണ്. എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. സാധാരണ വെളിച്ചെണ്ണയാണ് നല്ലത് അല്ലേ? അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആ എണ്ണ ചൂടായി വരുമ്പം അതിനകത്തേക്ക് പിന്നെ പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ടട്ടാ. പിന്നെ അതിനകത്തേക്ക് ഇതാ ഉള്ളി ഇടുന്നുണ്ട്. സവാള ഒരു ഏകദേശം റെഡിഷ് കളറാകുമ്പോൾ ബാക്കിയെല്ലാം ആഡ് ചെയ്യാം. നാലായി കയറും, 2 കയറിയിട്ട് 4 വർഷം. എരിവിനനുസരിച്ച് ഓക്കെ. അച്ഛൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ ഫാൻസ് എല്ലാം കൂടും അച്ഛന്. വേണ്ടല്ലോ, വേണ്ട, 70 കിട്ടാൻ അമ്മ ഓടിക്കുക. കുറച്ച് കളറ് മങ്ങണം അല്ലേ? ഇനി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി കൂടി 2 തക്കാളി ഇതുപോലെ മുറിച്ചാണ്. അപ്പോൾ അത് ഇട്ടെടുക്കാം. എൻ്റെ വീഡിയോയിൽ സൗണ്ട് കുറവായിരുന്നു. അച്ഛൻ ഒക്കെ പറയണേ സൗണ്ടിൽ. ഞാൻ പറയുന്നുണ്ട് എനിക്ക് സൗണ്ട് കുറവാണെന്ന് ആദ്യം വിചാരിക്കും. പറയുന്നത് എനിക്ക് ഭയങ്കര സൗണ്ടാണ് എല്ലാവരും പറയും. ഇതൊന്ന് സെറ്റാകണം. വേറെ വെള്ളമൊന്നുമില്ല, ഇതിൻ്റെ വെള്ളം തന്നെ. അപ്പോൾ നമ്മളെ കുക്കറ് തുറക്കുന്നുണ്ട്. അതാ എൻ്റെ അച്ഛനെ തുറന്നിട്ടില്ല. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. ആവി കഴിക്കും. അടിപൊളിയിൽ വെന്തിട്ടുണ്ടല്ലേ?
ഉപ്പും മഞ്ഞളെല്ലാം പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിയാണ് പരിപാടി. നെയ്യ് ഉണ്ടോ കുറേ ഇനി? നെയ്യുണ്ട്, കുറച്ച് നെയ്യുണ്ട്. അത്ര നെയ്യില്ല തോന്നല്ലേ? കുറവാ. വാങ്ങുമ്പോ തന്നെ അവര് നല്ല ക്ലീൻ ആയിട്ടാ തന്നത്. കളറെല്ലാം മാറി വരുന്നുണ്ടല്ലേ? ഇതെങ്ങനെയായി? ഇതും സെറ്റായി. പിന്നെ മസാലയെല്ലാം ആഡ് ചെയ്ത സംഭവം. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കും. കുട്ടികൾ വെക്കാൻ അറിയാം? പഠിപ്പിച്ചു കൊടുക്കണ്ടേ? തേങ്ങ വറുക്കണം. മല്ലിയില ഉണ്ടാച്ചു. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് അങ്ങ് മാറി വരും. നല്ല അടിപൊളി സ്മെല്ല്. ബിരിയാണിയെല്ലാം ആക്കുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ല സ്മെല്ല്. പോർക്ക് മസാല ഇടുന്നു കേട്ടോ. ഇത്രയും വേണോ വെച്ചാ? പോർക്ക് മസാല മാഗി മസാല പോലെ സ്മെല്ല്. മല്ലിപ്പൊടിയാ? ഇനി ഇതിനകത്തേക്ക് പോർക്ക് മസാല ആഡ് ചെയ്തു. ഇനി മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യട്ടെ. ഇനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടി. കുറച്ച് കളർ കൂടുതലുള്ള മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട്. കുരുമുളകാ? കറിവേപ്പില ഇടുക. പിന്നെ ഇതാ കുരുമുളക് പൊടി. ഇത്ര മതിയാ? നമുക്ക് ഇത് പറ്റൂലേ? പുളിനാരങ്ങ എടുത്തത്. നെക്സ്റ്റ് നമ്മൾ പുളിനാരങ്ങ കട്ട് ചെയ്തിട്ടെ. ഇതിൻ്റെ ജ്യൂസ് കുരു ഇല്ലാണ്ട് മതിയാവോ? നമ്മളെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളെ പോർക്ക്, ആ നെയ്യും എല്ലാം കൂടി അല്ലേ? എല്ലാം കൂടി എങ്ങനെ ഇതിൽ കറിവേപ്പില നല്ലോണം മിക്സ് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യാൻ ഇളക്കണം. ഇളക്കി എല്ലാം കൂടി സെറ്റാക്കാം. അപ്പൊ നമ്മളെ പോർക്കിന്റെ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് കിച്ചു വന്നിട്ടുണ്ട്. കിച്ചുവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ വന്നിട്ടുണ്ട്. കിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ കിച്ചുവിനെ അച്ഛന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് സ്പെഷ്യലായിട്ട് പരിപാടി തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതാ കിച്ചു അച്ഛൻ്റെ കഴിച്ചിട്ടില്ലേ മുന്നേ? ഭയങ്കര ഫാൻസ് ആണ് അച്ഛന് അല്ലേ? കിച്ചു ഇനി ഇത് കഴിച്ചിട്ട് പോയാ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഇതാ അതിനകത്തേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുക. അപ്പുറത്ത് തേങ്ങാക്കൊത്ത് വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അതിനൊരു അമ്മ അല്ല അച്ഛൻ എന്താ ഇട്ടത്? ഉണക്കമുളക് പഴുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫിനിഷ്. അപ്പൊ ഇത് കിച്ചു ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് പറ? അടിപൊളിയല്ലേ? ആ ഒരു സന്തോഷം. അങ്ങനെ നമ്മളെ പോർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചോക്ക്.
അതെനിക്ക് ഇഷ്ടമല്ല. നീ ഫോട്ടോ പിടിക്കണ്ട. അടിപൊളിയല്ലേ? ഉണ്ടായിരിക്കും. ഹായ്, ഹലോ. എല്ലാവരും ട്രൈ ചെയ്യാം. അതെ, എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. നമ്മളെ പോർക്ക് ഫ്രൈ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാ. കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ കുക്കിങ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ അടുത്ത നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരാം. വീണ്ടും കാണാം. അതെ, വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.